നമസ്കാരം. യു.എസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.18%, S&P 500 0.37%, നാസ്ഡാക്ക് 0.84% ഇന്നലെ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇറാൻ, യു.എസ്, ഇസ്രായേൽ ആ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഇപ്പോഴും വിപണിയുടെ ഗതി തീരുമാനിക്കുന്നത്. 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇസ്രായേൽ ഇറാന്റെ ഗ്യാസ് പ്ലാന്റുകളിലും മറ്റും ആക്രമണം നടത്തി. എന്നാൽ അതുപോലെ തന്നെ സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലും അതുപോലെ ഒമാന്റെ മധ്യസ്ഥതയിലും ഒക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറ്റു പല മാർഗങ്ങളിലൂടെ അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സൗദി ഹോർമൂസ് ഒഴിവാക്കി സൗദി, ബഹ്റൈൻ, UAE എന്നിവരൊക്കെ ദമാം വഴിയൊക്കെയുള്ള പുതിയ പോർട്ടുകൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള വ്യാപാര പാതകൾ തുറക്കുന്നതിനെ പറ്റിയുള്ള ആലോചനകളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇന്നലെ അതിനുശേഷം സമാധാന ശ്രമങ്ങൾ ഒന്നുകൂടി ഊർജിതമാക്കി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഒക്കെ വരുന്നുണ്ട്. എന്നാൽ സൗദി അവരുടെ കിങ് ഫഹദ് എയർബേസ് തുറന്നു കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ മിലിറ്ററിക്ക്. അപ്പോൾ ഇത് യുദ്ധം അവസാനിക്കുമെന്ന് പറയുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾ വരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ യുദ്ധ ഫണ്ട് കോൺഗ്രസ് പാസ്സാക്കണമെന്നും അതുപോലെ യുദ്ധത്തിലെ സൈനികരെ വീണ്ടും ഇറാൻ മേഖലകളിലേക്ക് അയക്കുന്ന കാര്യത്തിലൊക്കെ ട്രംപ് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇതേസമയം സമാധാന ശ്രമങ്ങളുണ്ട്, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ജെറീഷ് കഷ്ണറും തുടങ്ങിയ ആൾക്കാർ ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇറാനും ഈജിപ്ത്, തുർക്കി എന്നിവർ മുഖേന മെസ്സേജുകൾ പാസ് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ യുദ്ധത്തിന് അനുകൂലമായ തരത്തിലുള്ള വാർത്തകളും ഒരേപോലെ തന്നെ വരുന്നുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇന്നലെ അതായിരിക്കണം അമേരിക്കൻ മാർക്കറ്റ് വീണ്ടും നെഗറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാര്യം. ഇന്ന് നോക്കുകയാണെങ്കിൽ മിക്ക ഏഷ്യൻ മാർക്കറ്റുകൾ 2% പ്ലസിലാണ്. GNX നിഫ്റ്റി ഇപ്പോൾ ഏതാണ്ട് 200ഓളം പോയിന്റ് പ്ലസിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഏതാണ്ട് 15 പോയിന്റ് ട്രംപ് ഇറാന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഉപേക്ഷിക്കുക, അതുപോലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇറാന്റെ മേലുള്ള ഉപരോധം പിൻവലിക്കും. അതുപോലെ ഊർജ്ജ സംരക്ഷണത്തിനും ആയിട്ടുള്ള ആണവ പരിപാടികളിൽ അമേരിക്ക സഹായിക്കാം. അത്തരത്തിലുള്ള ഉടമ്പടികളാണ് ട്രംപ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് തികച്ചും ഒരു തണുത്ത പ്രതികരണമാണ് വരുന്നത്. അവർ യുദ്ധം തുടരും, ഉടനെ നിർത്തുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നലെ CNN ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു അന്വേഷണം നടന്നിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള മറുപടി ഒന്നും ലഭിച്ചില്ല. അതുകൊണ്ടായിരിക്കും അമേരിക്കൻ മാർക്കറ്റുകൾ തന്നെ മൈനസിൽ പോയത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റുകളെല്ലാം ഇപ്പോൾ GNX നിഫ്റ്റി, ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവാണ്. ഇത്തരം സമാധാന ശ്രമങ്ങളോട് മറ്റു മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസും കുറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി മറ്റ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ PMI ഡാറ്റ വന്നിരുന്നു. മിക്ക രാജ്യങ്ങളിലെ PMI ഡാറ്റ നെഗറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. ബിസിനസ് ആക്ടിവിറ്റി എല്ലാം കുറയുന്നതായിട്ട് കാണിക്കുന്നു. സെബി ചില ഗിഫ്റ്റ് കാർഡുകളും അതുപോലെ തന്നെ പ്രീപെയ്ഡ് വൗച്ചേഴ്സുകളും ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അനുവദിക്കാനായിട്ട് അത്തരം ഗിഫ്റ്റുകൾ അനുവദിക്കാനായിട്ടുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ടാറ്റ പവർ പുതിയ പവർ സപ്ലൈ മറ്റു സ്റ്റേറ്റുകളിലേക്ക് പവർ സപ്ലൈക്കുള്ള എഗ്രിമെന്റുകളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. റിലയൻസ് ആണ് 5 മില്യൺ ബാരലോളം ഇറാനിയൻ ക്രൂഡ് ഓയിൽ കഴിഞ്ഞ മാസങ്ങളിൽ വാങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പം യുദ്ധത്തെ സംബന്ധിച്ചുള്ള ഏത് വാർത്തകൾ വന്നാലും ശ്രദ്ധിക്കുക. ഇത് കൂടാതെ ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയുടെ വളർച്ച 5.9% കുറച്ചിട്ടുണ്ട്. ഇതൊരു നെഗറ്റീവ് ന്യൂസ് ആണ്. അപ്പോൾ ഇനി റേറ്റിംഗ് ഏജൻസികളൊക്കെ ഇത്തരത്തിൽ കുറയ്ക്കാനാണ് സാധ്യത. അപ്പോൾ ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.